ഞങ്ങൾ ആ വാലിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരു 5 മിനിറ്റും കൂടെ എടുത്തിരുന്ന ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടാവുമായിരുന്നു. അപ്പം അപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പം കുറെ കുതിര വണ്ടിക്കാരും കുതിരക്കാരൊക്കെ ഭയങ്കരമായിട്ട് റഷ് ചെയ്തിട്ട് താഴത്തോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ അവിടെ ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോകല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നുണ്ടായില്ല, അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പിന്നെ ടാക്സിക്കാരെ പറഞ്ഞ അങ്ങോട്ടേക്ക് പോകണ്ട, ചെറിയ ഇഷ്യൂ ഉണ്ട് അവിടെ നിന്ന്. അപ്പോഴും വെടിവെപ്പാണ് ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഞങ്ങള് വണ്ടി റിട്ടേൺ എടുത്ത് താഴത്തോട്ട് വന്നപ്പോഴേക്കും കുറെ CRPFന്റെ വണ്ടികളും ആംബുലൻസും മറ്റിപ്പോ മരിച്ചുപോയ അവരുടെ ലേഡി ഒക്കെ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോഴും ടാക്സി ഡ്രൈവർ പറഞ്ഞു അത് പേടിക്കണ്ട, ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകത്തുള്ളൂ, നിങ്ങൾ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പെഹൽഗാമിൽ തന്നെ റിസോർട്ടിലേക്ക് എത്തി. ഇപ്പൊ ഞങ്ങൾ അവിടെ ഉള്ളത്. അപ്പൊ റിസോർട്ടിൽ എത്തിയപ്പോഴേക്കും ഞങ്ങളെ നാട്ടിൽ നിന്ന് എല്ലാവരും വിളി തുടങ്ങി ഞങ്ങളെ ഫോണിലേക്ക്. അപ്പൊ നമുക്കും അറിയില്ല ഇത് എന്താ സംഭവം. അപ്പൊ അവരോട് നിങ്ങൾ TV വെച്ച് നോക്കുന്നു. അങ്ങനെ ന്യൂസ് വെച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ ആ വെക്കണ ടൈമിൽ നിന്ന് 24 പേരുടെ ഡെത്ത് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത്രയും വലിയൊരു ഇതാണ് അവിടെ നടന്നിരുന്നതെന്ന്. ഞങ്ങൾ ഇതൊന്നും അറിയാണ്ട് താഴത്തോട്ട് വന്നിട്ട് ലേക്കിന്റെ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കണായിരുന്നു. നമ്മള് ശരിക്കും ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടാവുമായിരുന്നു. ഏറ്റവും ഭാഗ്യം നമുക്ക് വന്നത് എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ടൈം കളഞ്ഞിട്ടുണ്ട്. ഒരു 1.25 മണിക്കൂർ ഞങ്ങൾക്ക് പോയിട്ടുണ്ടായി. ശരിക്കും ഞങ്ങൾ ആ ലഞ്ച് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ കറക്റ്റായിട്ട് ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിക്കാൻ പോലും നമ്മൾ ഉണ്ടാവും തന്നെ ദൈവത്തിനെ അറിയും. നിങ്ങളുടെ ഗ്രൂപ്പിൽ ആകെ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഈ ഒരു സഞ്ചാരത്തിന്റെ ആ ഗ്രൂപ്പിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? പേരാണ്. ഹസ്ബൻഡ്, ഞാൻ, മക്കള്, മദറിലോ, ഫാദറിലോ, കസിൻ സിസ്റ്റർ, കസിൻ ബ്രദർ, അവരുടെ 2 മക്കളും. ഞങ്ങൾ ഫാമിലി ട്രിപ്പായിട്ട് വന്നതാ. അപ്പോ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ടല്ലോ, നിരന്തരമായിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞിട്ട് എല്ലാരും വിളിക്കുന്നുണ്ട്. അതിലേറെ ഇവിടെയുള്ള റിസോർട്ടിലുള്ളവരും സപ്പോർട്ടും ടാക്സി ഡ്രൈവർ അവരെല്ലാരും പറഞ്ഞേക്കണം, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങളുടെ അതിഥികളാണ് നിങ്ങൾ ഞങ്ങളെ കയ്യിൽ സേഫ് ആയിരിക്കും, ആരെങ്കിലും എന്തും ചെയ്തോളൂ, പക്ഷെ നമ്മൾ നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യില്ല, എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങൾ റൂമിലൊന്നും ഇങ്ങനെ ഇരിക്കല്ലേ, നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് ഫോട്ടോസൊക്കെ എടുക്ക്, റിലാക്സ് ചെയ്യും, എന്താ ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തുതരാം, നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും അവര് പറഞ്ഞാൽ ഞങ്ങളുടെ സീസൺ പോയി, ഞങ്ങളുടെ എല്ലാം പോയി എന്ന് അവർ പറഞ്ഞു. അവരെ കണ്ണ് നിറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നത്. നമുക്ക് അതിലേറെ വിഷമമുണ്ട്. പക്ഷെ ഇവരുടെ ഒരു അവസ്ഥ ഓർക്കുമ്പം അവർ പറഞ്ഞു ഒരു 5 പേര് മതി നമ്മളെ കംപ്ലീറ്റ് കാശ്മീരിന്റെ പേര് കളയാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സീസണാണിത്. ഇനി നമുക്കെല്ലാം നഷ്ടമായി. കാരണം അവർക്ക് ഇന്ന് തന്നെ കുറെ പേര് വിളിച്ച് ഇതൊക്കെ ക്യാൻസലേഷൻ ചെയ്തു. പ്രധാനപ്പെട്ട കാര്യമല്ലേ, ഇപ്പോൾ വർഷങ്ങളെടുത്താണ് ഈ ഒരു കാശ്മീർ താഴ്വരയിൽ സമാധാനം പുലരുന്നത്. അത്തരം ഒരു ശ്രമത്തിലേക്ക് കൊണ്ടുവന്നത് വളരെയധികം പണിപെട്ട് തന്നെയാണ്. അപ്പോൾ ഒരു വിനോദസഞ്ചാര മേഖലയായാലും മറ്റ് വാണിജ്യപരമായ മേഖലയായാലും ഇതെല്ലാം ഒരു പഴയൊരു കാലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ രൂപത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും അല്ലേ? സത്യമായിട്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും സ്പോട്ടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാര് എന്തൊരു സന്തോഷം എന്ന് പറയാം. നമ്മള് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പൈസ ബാർഗെയിൻ ചെയ്യുമ്പോൾ അവര് വിട്ടേക്ക്, അത് കുഴപ്പമില്ല. കാരണം അവരെല്ലാരും ഹാപ്പി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്നലെ ആ ലഞ്ച് കഴിക്കാൻ പോയ ഹോട്ടലിൽ നമുക്ക് ആദ്യം തന്ന ഫുഡ് കുറച്ച് നമുക്കെന്നാ ടേസ്റ്റ് ഒത്തിരി ഉപ്പ് കൂടിപ്പോയി, കുറഞ്ഞ് അത് നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് അയാൾ സമ്മതിക്കുന്നില്ല, അത് കഴിക്കണം, ഞങ്ങൾ പുതിയത് ഉണ്ടാക്കി തരാമെന്ന്. അപ്പൊ ഞങ്ങൾ വേണ്ട കാരണം അവർക്ക് നഷ്ടമില്ല. പക്ഷെ അവര് ഇല്ലില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, അപ്പൊ നമുക്കത് പറ്റില്ല, നിങ്ങൾ ഇരിക്കുന്നിട്ട് പിടിച്ചിരുത്തിയിട്ട് രണ്ടാമത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു. കാരണം ഇവിടെയുള്ളവർ കുറച്ച് ഉപ്പ് ജാസ്തി കഴിക്കും. അപ്പൊ നമുക്ക് ഉപ്പ് അത്ര ഇതായിട്ടുണ്ട്. കാരണം അവരുടെ അപ്പൊ അവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ വരണം, നിങ്ങൾ ഏത് ഫ്രണ്ട്സ് വരുവാണെങ്കിലും ഞങ്ങളുടെ ഈ ഹോട്ടലിൽ ആരും പറയണം. അവർ ഭയങ്കര ഹാപ്പി. കാരണം നമ്മൾ ഓരോ ടൂറിസ്റ്റുകളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് എന്ത് സന്തോഷാന്നറിയോ. കാരണം അത് നമുക്ക് ഇപ്പൊ ഈ റിസോർട്ടിലുള്ളവർ തന്നെ അവരെ മൊത്തം നമ്മളെ എന്താ പറയാ ഒരു നിരാശയാണ് അവരുടെ മുഖത്ത്. അവരാണ് ഇനി ഞങ്ങൾ എന്ത് ലോൺ എടുത്ത് അങ്ങനെ. ഇപ്പൊ ടാക്സി ഡ്രൈവർ പറഞ്ഞ അയാളുടെ കസിൻ ഒരു ടാക്സി മിനിഞ്ഞാന്നാണ് ലോൺ എടുത്ത് വാങ്ങി, അടുത്ത മാസം എങ്ങനെ EMI അടക്കും എന്നിട്ട് ആളെ കണ്ണ് നിറയാ. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും പോയി. ഇനി ഈ ഒരു വർഷം ഒരു ടൂറിസ്റ്റ് ഇവിടെ വരൂല, ഇനി അടുത്ത വർഷം വരെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നവരാണ്. ശരിക്കും അതൊരു സങ്കടം വേറെ സൈഡ് എല്ലാം. പക്ഷെ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ ഒരു മനസാക്ഷി ഇല്ലാത്ത പ്രവൃത്തി. കാരണം ഒന്നും അറിയാത്ത എത്രയോ ആൾക്കാരല്ലേ, നമ്മൾ എന്താ അറിഞ്ഞു, നമ്മൾ ഇവിടെ ഒന്ന് കാണാൻ വന്നതല്ലേ. അപ്പൊ ഞാനടക്കം എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് നമ്മളെ ഫാമിലി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ സംസാരിക്കാൻ നമ്മൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്കറിയില്ല.
അതെ, ഇനിയിപ്പോ നിങ്ങളുടെ മടക്ക യാത്ര, തിരിച്ചുള്ള യാത്ര എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എത്ര ദിവസം അവിടെ ഉണ്ടാവും? ഞങ്ങൾ ഫ്രൈഡേ ആണ് തിരിച്ച് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നത്, ഡയറക്റ്റ് എറണാകുളത്തേക്ക്. അപ്പം ആ ടൈം ഇവിടെ ഒരു കർഫ്യൂ പോലെയാണ്, നമ്മൾ ആരും പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈവനിങ്ങിൽ ഞങ്ങൾ ശ്രീനഗറിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ ഇന്ന് പോവില്ല, നാളെ ശ്രീനഗറിൽ പോയിട്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ സ്പോർട്സ് ഒക്കെ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ഥലങ്ങളൊന്നും കണ്ട, അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. സോൻമാർഗ്, ഗുൽമാർഗ് ഒക്കെ നമ്മൾ കണ്ട് അത്ര എൻജോയ് ചെയ്തതാ. ഇപ്പൊ നമ്മള് ആ പോയവരുടെ കുടുംബത്തിന്റെ കൂടെയാണ് നമുക്കതൊരു എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.